മലയാളികളുടെ പ്രിയ താരമാണ് മീന. ബാലതാരമായി സിനിമയിലേക്ക് കടന്നുവന്ന താരം ഇന്നും നായികയായി സിനിമാ ഇൻഡസ്ട്രിയിൽ സജീവമാണ്. ഇപ്പോഴിതാ താരം ആദ്യമായി അഭിനയിച്ച വെബ് സീരീസ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിംഗ് എന്ന മലയാളം വെബ് സീരീസിലൂടെയാണ് മീനയുടെ ഡിജിറ്റൽ അരങ്ങേറ്റം. തനിക്കെന്നും മലയാളം ഇൻഡസ്ട്രി തന്നെയാണ് പ്രിയമെന്നും മറ്റു ഭാഷകളിലെ അഭിനയം പോലെയല്ല മലയാള സിനിമയെന്നും പറയുകയാണ് മീന. FTQ വിത്ത് രേഖ മേനോൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഒരു നടി എന്ന നിലയിൽ എന്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിച്ച ഒരു ഇൻഡസ്ട്രി അത് മലയാളമാണ്. കാരണം മലയാളത്തിൽ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. തമിഴിലും തെലുങ്കിലും ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവിടെ ഓക്കെയാണ്. കുറച്ചുകൂടി ഇനിയും വേണം, കുറച്ചുകൂടി ലൗഡായിട്ട് വേണം എന്നാണ് അവർ പറയുക. തെലുങ്ക് ചെയ്യുമ്പോൾ ചില ക്യാരക്ടേഴ്സ് ഞാൻ ഓവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതവിടെ ഓക്കെയാണ്. അവർ സ്വീകരിക്കുകയും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അവർക്ക് വേണ്ടത്. ആ സ്ഥാനത്ത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷെ അഭിനയിക്കുകയല്ല, അങ്ങനെയാണ് മലയാളം സിനിമ. തുടക്കകാലങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യ സിനിമയിൽ ഞാൻ വളരെ ഓവറായി സീനുകൾ ചെയ്യുമ്പോൾ സിബി മലയിൽ സാർ പറയും, അത്രയും വേണ്ട, നോർമലി പറഞ്ഞാൽ മതിയെന്ന്, പഠിക്കുന്ന പോലെ പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ ഇമോഷൻസ് റെഡിയാകുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. മീന പറഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒറിജിനൽ സ്റ്റോറീസിലൊന്നാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. മീനയ്ക്കൊപ്പം വിനീത്, ഹക്കീം ഷാ, സഞ്ജന ദീപു എന്നിവരും ഈ സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ വികാരങ്ങളിലും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളിലും വേരൂന്നിയ തനതായ കഥകൾ പറയുന്ന ഒരു ആന്തോളജി പരമ്പരയുടെ ഭാഗമാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. മൂഡ് ഡ്രൈവൺ സ്റ്റോറി ടെല്ലിംഗിൽ മുമ്പ് പ്രശംസ നേടിയിട്ടുള്ള സംവിധായകൻ സുമേഷ് നന്ദകുമാറാണ് സീരീസ് ഒരുക്കുന്നത്. പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ വിനായക് ശശികുമാറാണ് ഈ വെബ് സീരീസിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ വിനായകിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഈ പ്രൊജക്ട്.